ചേട്ടാ എന്താ ഞാനേ ഇല്ല കടയിൽ വരെ ഒന്ന് പോയിക്കോട്ടെ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. എന്ത് സാധനം മേടിക്കാനാ നീ പോന്നെ? അത് എനിക്ക് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു. പോയിക്കോട്ടെ. ശരി ശരി, നോക്കി പോയിട്ടോ. ഓക്കെ, താങ്ക് യു. ടാറ്റാ. ദൈവമേലെ പണ്ടാരപ്പള്ള ഇപ്പൊ ചോദിച്ചു തുടങ്ങും ഓരോന്ന്. കടയിൽ വരെ പോവാ. കടയിലോ? സാധനം വാങ്ങാനാണോ? സാധനം വാങ്ങിക്കാനാ. ശരി. പിന്നെ മോളെ, കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസം ആയല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ മോക്ക്? വിശേഷമൊന്നും ഇല്ല, ആകുമ്പോ അറിയിക്കാം. ശരി എന്നേ. അടുത്ത കുരിശ് വരുന്നുണ്ട്. എങ്ങോട്ടാ മോളെ? കടയിൽ വരെ പോവാ അപ്പൂപ്പ. ആ മോളവിടെ ആ ഗിരിയുടെ വീട്ടിലെ കൊച്ചല്ലേ? അതെ. ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൂപ്പനെ മനസ്സിലായോ മോക്ക്? മനസ്സിലായി. മോളെ എവിടെയാ പോന്നേ? ഞാനിവിടെ അപ്പുറത്തെ കടയിൽ വരെ പോവാ. ആ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3-4 മാസമായി കാണുമല്ലേ? ആ വിശേഷം വല്ലതും ഉണ്ടോ അടിയേ? വിശേഷമൊന്നും ഇല്ല അപ്പൂപ്പ, ആകുമ്പോ ഞാൻ വന്ന് അങ്ങോട്ട് അറിയിക്കാം. ഓക്കെ. ആ ശരി മോളെ, പോയിട്ട് വാ നീ എന്നാ. അമ്മേ, എന്തുവാടി? എന്തുവാന്നോ? പുറത്തിറങ്ങി നടക്കാൻ വയ്യ. എന്തുവായത്? അങ്ങോട്ട് പോയ വിശേഷം വല്ലോണ്ട് പോലെ, അങ്ങോട്ട് പോയ അവിടെ വിശേഷം വല്ലോണ്ട്. മൂപ്പില്ലാരും ഓടി പറിച്ച് ചോദിക്കാൻ ഇടയുള്ളൂ. എന്തൊരു കഷ്ടമായത്. അതിന് ഞാനെന്താ വേണം? കല്യാണം കഴിഞ്ഞാൽ നാട്ടിൽ സാധാരണ അങ്ങനെ പതുക 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിച്ചു തുടങ്ങും വിശേഷമൊന്നും ആയില്ലേ, വിശേഷമൊന്നും ആയില്ലേ. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. എന്നോട് എത്ര പേര് ചോദിക്കുന്നു. ആവുമ്പോ ആവും എന്നങ്ങ് പറഞ്ഞാൽ മതി. എന്ന് പറഞ്ഞേ ഇങ്ങനെയൊക്കെ ചോദിക്കാവോ? എപ്പോഴും എല്ലാവരും ഇങ്ങനെ എപ്പോഴെപ്പോഴും ചോദിക്കാൻ. ഞാൻ 1 വർഷമൊന്നും ആയില്ലല്ലോ, 3 മാസമല്ലേ ആയുള്ളൂ. ഇതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ശരിയാക്കി തരാം ഞാൻ. നീ എന്തോടി കാണിക്കുന്നത്? കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്തോന്ന്? അതൊക്കെയുണ്ട് ചേട്ടാ, നോക്കിക്കോ. ഇനി ആരും എന്നോട് ഇതേപോലെ ചോദിക്കത്തില്ല. അതിനുള്ള മറുപടി കൊടുക്കാനുള്ള വഴിയായത്. നോക്കിക്കോ. എന്താ തള്ളേ നോക്കുന്നത്? വല്ല കുഴപ്പമുണ്ടോ?